ദിനംപ്രതിയുള്ള സ്വർണ്ണ വില വർധനയിൽ ആശങ്കയിലാണ് ഉപഭോക്താക്കൾ. സ്വർണത്തോടുള്ള ഭ്രമം കുറയ്ക്കണമെന്നും നിത്യജീവിതത്തിൽ സ്വർണം അത്യാവശ്യമല്ലെന്നും വാദിക്കുന്നവരുമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വർണ്ണവില ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്, ഇതിപ്പോൾ 1 ലക്ഷം എത്താറായല്ലോ എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. 1 ലക്ഷം കടന്നിരിക്കുകയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. 1,16,600 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില, അതും ഒരു പവന്. ഏതായാലും വില ഇങ്ങനെ നിൽക്കുമ്പോഴും കടകളിലേക്കൊക്കെ സ്വർണം വാങ്ങാൻ ഒരുപാട് പേര് എത്തുന്നുണ്ട്. ചേച്ചി, ഇന്നത്തെ ഇപ്പോൾ സ്വർണ്ണവില വെച്ച് നോക്കുമ്പോൾ അത് വലിയ റെക്കോർഡ് വിലയാണ്. 1 ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർണം വാങ്ങാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് വേണ്ടാന്ന് വെക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മുടെ പെൺകുട്ടികൾ അതിനോട് അങ്ങനെ പ്രതികരിക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണം ഒരു അവശ്യ വസ്തു എന്നുള്ള ഒരു ഇതിലേക്ക് മാറി ഒരു നിക്ഷേപം എന്ന നിലയിൽ അതൊരു നല്ല ഓപ്ഷനാണെങ്കിൽ പോലും ഇന്ന് വിവാഹ കമ്പോളത്തിൽ മാതാപിതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ പെൺകുട്ടികൾ അതിനോട് കുറച്ച് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് നല്ലതായിരിക്കും. പലരും ഈ സ്വർണ്ണത്തെ നിക്ഷേപമായാണ് കരുതുന്നത്, അതായത് സുരക്ഷിതമായൊരു നിക്ഷേപം. അത് പലരും ആഭരണങ്ങളായിട്ടല്ല വാങ്ങുന്നത്, സ്വർണ്ണ ബാറുകളായും സ്വർണ്ണ കോയിനുകളായും ഒക്കെയാണ് വാങ്ങുന്നത്. അത് വലിയ രീതിയിലൊരു നിക്ഷേപമാണ്, അത് സുരക്ഷിതമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് അതങ്ങനെ നൽകുന്നത്. പക്ഷേ എന്നിരുന്നാലും സാധാരണക്കാർക്ക് ഇത്തരത്തിൽ വില വർദ്ധിക്കുന്നത് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. സ്വർണ്ണം വാങ്ങാൻ ആളുകളുടെ എണ്ണത്തിലൊരു കുറവ് വന്നിട്ടുണ്ടോ? ചെറിയ അളവിലുള്ള കുറവ് ചിലപ്പോൾ വന്നേക്കാം, കാരണം എല്ലാവരും ബഡ്ജറ്റ് വൈസ് ഓൾറെഡി പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ ബില്ല് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ 1 ലക്ഷത്തിൻ്റെ മേലെ ഒരു 80,000 to 90,000 ആവറേജ് വരുന്ന ഒരു റേറ്റിലാണ് അവർ ബില്ല് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളെ സ്റ്റോറിൽ ഒരു അഡ്വാൻസ് പ്ലാൻ ഓൾറെഡി ഉണ്ട്. അത് ഒരുപാട് നമ്മളെ കസ്റ്റമേഴ്സ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷത്തിലാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോയിട്ടുള്ളത്. അതുകൊണ്ട് കല്യാണ സെയിലിലുള്ള ഒരു പർച്ചേസ് കുറഞ്ഞിട്ടില്ല. കൗണ്ടർ സെയിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. എന്നാലും പിന്നെ ഇതൊന്ന് സ്റ്റേബിൾ ആകുമ്പം സ്വാഭാവികമായിട്ട് ആ സെയിൽ തിരിച്ചു വരും. സ്വർണം വാങ്ങാനൊക്കെ നടക്കും ഈ വിലയിൽ? സ്വർണം വാങ്ങാനും നടക്കില്ല. സ്വർണം വാങ്ങാനൊന്നും ഇപ്പം കഴിയാത്തൊരവസ്ഥയിലേക്കാണ് പോണ കാര്യങ്ങൾ. പക്ഷെ കയ്യിലുള്ള ആഭരണം വിറ്റാലും നല്ല പൈസ കിട്ടും. എന്താ ഇപ്പം ഇതിനൊരു മറുപടി പറയാ? ഇപ്പോൾ എല്ലാവരും സിൽവറിലേക്കും ഫാൻസി ആഭരണങ്ങളിലൊക്കെ മാറി കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഗോൾഡിന് വലിയ വില കൽപ്പിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്വർണത്തിന് ഇനിയും വില കൂടുക വേണ്ടേ, കാരണം സ്വർണത്തിൻ്റെ പൊന്നെ എന്നല്ല പറയല്. അപ്പോൾ സ്വർണത്തിന് ഇനിയും വില കൂടണം, മൂല്യം ഉണ്ടല്ലോ, വിൽക്കാലോ. ക്യാമറാമാൻ വേണുവിനോടൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.